ഈ പ്രൊപ്പഗണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ശത്രുത്വം. അതല്ലെങ്കിൽ ബോർഡറിൽ എല്ലാവിധത്തിലുള്ള പ്രിക്കോഷൻസും നടത്തി നമ്മളെ സുരക്ഷിതരായിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്താലും നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ പറയുന്നു, പാകിസ്ഥാൻ എന്തെങ്കിലും അതിക്രമങ്ങൾ ചെയ്താൽ, നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒരു ബോംബ് വീണാൽ പിന്നീട് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ എയറിൽ തന്നെ നമ്മൾ എയറിൽ അത് അടിച്ച് വീഴ്ത്തിയിട്ടിട്ടും നമ്മളതിന് റിട്ടാലിയേറ്റ് ചെയ്തിട്ടില്ല. അത് നോക്കിയാൽ ഈ 4 അറ്റാക്ക് അവന്മാർ നടത്തിയിട്ടും എയർ ഓക്കെ അത് പോയി. പക്ഷെ ഇവിടെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഈ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കാണില്ല. അത്രയും പ്രിപ്പയർഡായിട്ടാണ് നമ്മളിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്പം എൻ്റെ ഇതെന്ന് പറയുന്നത്, ഈ ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടിട്ട് ഈ മൗലാന മസൂദ് എന്ന് പറയുന്ന ആ ഒരു നരഭോജീനിയും ഇപ്പം അവനിപ്പോൾ കരച്ചിൽ വരുന്നു അവൻ്റെ സ്വന്തക്കാരെ പോയപ്പം. ഇവിടെ ഇരുന്നിരുന്നു ആ പഹൽഗാമിൽ. ആ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടി ഷോക്ക് അടിച്ചിരിക്കുകയാണ്. 7 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു കിടക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ കുട്ടിക്കന്ന് കണ്ണീര് വന്നില്ലേ? ആ കണ്ണീരിനുള്ള മറുപടിയാണ് മൗലാന നിനക്ക് ഇന്ത്യക്കാർ സിന്ദൂരത്തിൻ്റെ പേരിൽ തന്നെ